നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹം ആരോഗ്യസ്ഥിതി വളരെ മോശമായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്ത് ചികിത്സയിൽ തുടരുകയാണ്. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ചികിത്സയും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത് ഈ 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡയാലിസിസ് ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ വി.എസിന്റെ ആരോഗ്യനില തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ബിനിൽ ലീല സാബുവിനോട് ചോദിക്കാം. ബിനിൽ, ഗുഡ് മോർണിംഗ്. വി.എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഇന്നൊരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ എപ്പോഴെവിടെ പ്രതീക്ഷിക്കാം? സേതു, ഗുഡ് മോർണിംഗ്. വി.എസിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക തന്നെയാണ്. അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുകയാണ്. SCT ആശുപത്രിയിൽ കഴിഞ്ഞ 23-ാം തീയതിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം പല ഘട്ടങ്ങളിലും ആരോഗ്യനില ഇത്തരത്തിൽ മോശമായി തന്നെ വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിൻ അതിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഗുരുതരമായി തന്നെ തുടരുമെന്നും ഈ മെഡിക്കൽ ബോർഡിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർട്ടി സെക്രട്ടറിയും വി.എസ്. അച്യുതാനന്ദനുമൊക്കെ അവിടെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തതാണ്. നിലവിലെന്തായാലും ഇത്തരത്തിൽ SCT ആശുപത്രി ഡോക്ടർമാരുണ്ട്, വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7-അംഗ സംഘം ഇവിടേക്ക് SCT ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ വി.എസ്. അച്യുതാനന്ദൻ്റെ ആരോഗ്യനില പരിശോധിക്കുകയും ചെയ്തു. നിലവിലെന്തായാലും അവരും പറയുന്നത്, ഈ മെഡിക്കൽ കോളേജിലെ 7-അംഗ സംഘവും പറയുന്നത് നിലവിൽ തുടരുന്ന ചികിത്സ അതേപടി തുടരാൻ തന്നെയാണ് അവർ പറയുന്നത്. 72 മണിക്കൂർ ഡയാലിസിസ് ഉണ്ട്, അതും ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ഇന്നലെ ഈ ഓക്സിജൻ കുറഞ്ഞപ്പോൾ സ്വയം ശ്വാസം എടുക്കാൻ വി.എസ്. ശ്രമിച്ചു എന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. അത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും അദ്ദേഹം ഈ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുക രാവിലെ 11 മണിക്ക് ആയിരിക്കും. അതിനുശേഷമാകും നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഗുരുതരമാണ് അവസ്ഥ എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സേതു.